Hello there, welcome to another video of Learn with Sam. So നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണ് തിയറം ഓഫ് പാപ്പസ് ഗർലിനസ് അല്ലെങ്കിൽ പാപ്പസ് ഗർലിനസ് തിയറം എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് പാപ്പസ് ഗർലിനസ് തിയറത്തിനകത്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. മെയിനായിട്ടും രണ്ട് തിയറംസ് ആണുള്ളത്. അതിനകത്ത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനും അതുപോലെ എന്താണ് വോളിയം ഓഫ് ബോഡി ഓഫ് റെവല്യൂഷൻ, ഈ രണ്ടെണ്ണത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഈസിയസ്റ്റ് മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഈസിയസ്റ്റ് ഒരു വേ ആയിട്ടാണ് ആക്ച്വലി പാപ്പസ് ഗർലിനസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താണ് രണ്ട് തിയറംസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ നോക്കാൻ പോകുന്നത് തിയറം 1 നമ്മൾ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണെന്നാണ് ഉള്ളത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അത് രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വോളിയം ഓഫ് ബോഡി ഓഫ് റെവല്യൂഷൻ ആണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് എന്താണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണ്. അപ്പോൾ സർഫസ് ഓഫ് റെവല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിനകത്തൊന്ന് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം ജസ്റ്റ് ഒരു ലൈൻ, ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുവാണ്. അപ്പോൾ ആ ഒരു റെഫറൻസ് ലൈനിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു കേവ് വരയ്ക്കുവാണ്, ഇതുപോലൊരു കേവ് വരയ്ക്കുവാണ്. ഞാൻ ജസ്റ്റ് ഒരു എന്താണ് ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു, ഒരു കേവ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ കേവ് എന്ന് പറയുമ്പോഴത്തേക്ക് മേ ബി ലൈക്ക് എ ബി സി എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേവിന് എ ബി സി എന്ന് പറയുന്ന കേവിന് ഇത് എന്ന് പറയുന്ന ഈ എ സി എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ലൈൻ ആണെങ്കിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏതാണ് ആ ഒരു ആക്സസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളിപ്പോൾ ഈ ഒരു ആക്സസിനായിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതെന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിളായിട്ട് നമുക്ക് കിട്ടും അല്ലേ. എ ബി സി എന്ന് പറയുന്ന കേവിന് ആ ഒരു റെഫറൻസ് ലൈൻ, ഇപ്പോൾ എ സി എന്ന് പറയുന്ന ആ റെഫറൻസ് ലൈൻ അബൌട്ടായിട്ട് എന്താണ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? നമുക്ക് ആ ഒരു ഫുള്ള് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ഫുൾ സർക്കിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പം എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഇപ്പോൾ സെക്കൻഡ് എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുവാണ്. റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഇത് ഈ ഒരു റെഫറൻസ് ലൈൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ, ഇതായിരുന്നു നമ്മുടെ കേവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റെഫറൻസ് ലൈൻ അബൌട്ടായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇതിനകത്ത് നമുക്ക് ഈ കേസിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു കോണായിരിക്കും അല്ലേ. ഇതിനകത്ത് നമുക്കൊരു സർക്കിൾ അല്ലെങ്കിൽ സ്പിയർ കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കോണായിരിക്കും. അപ്പോൾ അതാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എപ്പോഴും എന്താണ് ഒരു റെഫറൻസ് ലൈൻ അബൌട്ടായിട്ട് അത് കറങ്ങുവാണെങ്കിൽ. ഓക്കെ, അതായത് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് സർഫസ് വിച്ച് മേ ബി generated by rotating a plane curve about a fixed axis. ഇതാണ് ഫിക്സഡ് ആക്സിസ് എന്ന് പറയുന്നത്. സർഫസ് ഓഫ് റെവല്യൂഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു, ഒരു കേവ് വരയ്ക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കേവ് എടുക്കുന്നു, അത് ഈ ഒരു റെഫറൻസ് ലൈൻ എ സി എന്ന് പറയുന്ന റെഫറൻസ് ലൈൻ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു സർക്കിൾ കിട്ടും. ഇപ്പം എ ബി എന്ന് പറയുന്ന കേസ് എടുക്കുവാണ്. എ ബി എന്ന് പറയുന്ന ലൈൻ ഈ ഒരു റെഫറൻസ് ലൈൻ അബൌട്ടായിട്ട് കറങ്ങുവാണെങ്കിൽ നമുക്ക് അത് മൊത്തത്തിൽ കറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു കോണായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാം. നമുക്കിപ്പം സിലിണ്ടറിൻ്റെ കേസ് നമുക്ക് ഇതുപോലെ എടുക്കാം അല്ലേ. ഇപ്പോൾ സിലിണ്ടർ ഇപ്പോൾ ഇതൊരു റെഫറൻസ് ലൈനാണ്, എ ബി എന്ന് പറയുന്ന റെഫറൻസ് ലൈൻ എടുക്കുവാണ് ഞാൻ. ഇവിടെ അതുപോലെ ഒരു പാരലായിട്ട് ഒരു വൈഡ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എടുക്കാം. അവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഇതും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയും എന്തായിരിക്കും? നമുക്കൊരു ഹോളോ സ്പിയർ ആയിരിക്കും അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ ആയിരിക്കും നമുക്ക് ആ ഒരു കേസിൽ കിട്ടുന്നത് അല്ലേ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഒരു ഹോളോ സിലിണ്ടർ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഹോളോ സിലിണ്ടർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ഏരിയ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ എന്താണ് ബോഡി ഓഫ് റെവല്യൂഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത കേസ് പോലെ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത്, സപ്പോസ് ഇത് ഞാൻ നേരത്തെ എടുത്ത ഒരു റെഫറൻസ് ലൈൻ, അവിടെ ഞാൻ ജസ്റ്റ് ഒരു കേവ് വരയ്ക്കുവാണ്. പക്ഷെ ഇവിടെ എന്താണ് നമ്മളൊരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ഏരിയ ആണ്, നമ്മൾ ബോഡി ഓഫ് റെവല്യൂഷൻ്റെ കേസിൽ ഒരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഏരിയയുടെ റെവല്യൂഷൻ, ആ ഒരു ഏരിയയുടെ റൊട്ടേഷൻ, അതപ്പം അവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു ഫിക്സഡ് ആക്സസിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു മൊത്തത്തിലുള്ളൊരു ഏരിയ ഫോമായി കിട്ടും അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതിനെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ അടുത്തൊരു ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് എന്താണ് നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ജസ്റ്റ് ഒരു
പ്ലെയിൻ ലൈൻ ആണ് എടുത്തതെങ്കിൽ അല്ലെങ്കിൽ കേർവ് ആണ് എടുത്തതെങ്കിൽ നമ്മൾ അതിന് പകരം ബോഡി ഓഫ് റെവല്യൂഷൻ, ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ബോഡി ഓഫ് റെവല്യൂഷൻ. ഓക്കെ, അവിടെ ഒരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എടുക്കുവാണെങ്കിൽ എന്താണ്, ഇതൊരു സർക്കിളിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു കേർവ് ഏരിയ ആണ് എടുത്തത്. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് നേരത്തെ സർഫസ് ഓഫ് റെവല്യൂഷനെ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും നമുക്ക് ബോഡി ഓഫ് റെവല്യൂഷനും പറയാം. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നേരത്തെ എടുത്ത പോലെ തന്നെയാണ്. ഇവിടെ ഒരു ഏരിയ, ഒരു എ ബി സി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നൊരു ഇത് കൺസിഡർ ചെയ്തു. അവിടെ നമുക്ക് എന്താണ്, ഇതിന് ഈ ഒരു റെഫറൻസ് ലൈൻ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു ഏരിയ റെഫറൻസ് ലൈൻ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ആ ഒരു ഫുൾ കോൺ എന്ന് പറയുന്നത്, ആ ഒരു കോണിന്റെ ഫുൾ ഏരിയ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് ആ ഒരു ഇതിന്റെ ഫുൾ കോണായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, മറ്റേ കേസിനകത്ത് ഏരിയ ഓഫ് സർഫസിനകത്ത് നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു കേർവ് അല്ലെങ്കിൽ ലൈനാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടെ എൻറ്റയർ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഏരിയയെ ഒരു റെഫറൻസ് ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെവല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം, ബോഡിയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. മറ്റേത് നമുക്ക് എന്താണ് ഒരു സർഫസ് ആയിരുന്നു കൺസിഡർ ചെയ്തത്, ഒരു ലൈൻ ലൈക്ക് ഒരു കേർവ് ഒക്കെ ആയിരുന്നു കൺസിഡർ ചെയ്തത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഒരു ബോഡിയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ എല്ലാ കേസും നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കിപ്പം ഈവൻ നമുക്ക് എന്താണ് സിലിണ്ടറിന്റെ കേസ് നമുക്ക് എടുക്കാം. അതുപോലെ അതായത് ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ഇതുപോലൊരു സർഫസ് ജസ്റ്റ് ലൈക്ക് ദിസ്, ഇത് നമുക്ക് എടുക്കാം. ഇവിടെ എന്താണ്, ഇവിടെയും റൊട്ടേറ്റ് സമയത്ത് എന്ത് സംഭവിക്കും, ഇതുപോലൊരു സിലിണ്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. ജസ്റ്റ് സിലിണ്ടറിന്റെ റഫ് സ്കെച്ചാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സിലിണ്ടർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബോഡി ഓഫ് റെവല്യൂഷൻ്റെയും ഈ ഒരു സർഫസ് ഓഫ് റെവല്യൂഷൻ്റെയും, അതായത് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷനും അതുപോലെ വോളിയം ഓഫ് ബോഡി ഓഫ് റെവല്യൂഷനും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡായിരുന്നു പാപ്പസ് ഗേർഡിനസ് രണ്ട് തിയറമായിട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി തിയറം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തിയറം 1 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. The area of surface generated by revolving a plane curve. Okay, നമ്മൾ ഫസ്റ്റ് എടുത്ത എന്താണ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ അല്ലെ, സർഫസ് ഓഫ് റെവല്യൂഷന്റെ കേസാണ് പറയുന്നത്. The area of surface generated by a revolving a plane curve about a non-intersecting axis in the plane of the curve is equal to the product of the length of the curve and the distance traveled by the centroid of the curve. Okay, ആ നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യും. നമ്മൾ ആദ്യം എടുത്ത കേസ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഒരു നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സസ് അല്ലേ, നമ്മൾ റെഫറൻസ് ലൈൻ എടുത്തു. റെഫറൻസ് ലൈന് മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് കേസിൽ എന്താണ് ഒരു കേർവ് വരച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ സിലിണ്ടറിന്റെ കേസിൽ ഒരു ലൈൻ വരച്ചു. അതൊരു നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ് about a non-intersecting axis in the plane of the curve is equal to the എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ദ കർവ്, ആ ലെങ്ത്. ഓക്കെ, ഇപ്പം എ ബി സിയുടെ ആണ് കൺസിഡർ ചെയ്തെങ്കിൽ ആ എ ബി സി വരെയുള്ള ലെങ്ത്തിന്റെ ഇത് കർവിന്റെ ലെങ്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ്. അത് ആ ഒരു ഫുൾ സർഫസ് ആവാൻ വേണ്ടി എടുത്ത ആ ഒരു ലെങ്ത്. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവും അതുപോലെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ദ കർവ്. ഓക്കെ, അങ്ങനെയാണ് ഇത് വൈൽ ദ സർഫസ് ബി ജനറേറ്റഡ്. ആ ഒരു റൊട്ടേഷൻ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതായിരുന്നു നമ്മുടെ കർവ് എങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ആ ഫുൾ സർഫസ് ഉണ്ടാവുന്നത്. ഇതൊരു കർവ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്, ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ പ്ലെയിൻ കർവ് അബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കർവ് ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ കർവ് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ് ബൈ ദ സർഫസ് ഇസ് ബീങ് ജനറേറ്റഡ്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഈസ് ഈക്വൽ ടു, അതായത് ഞാൻ ഒരു ഫിഗർ ഇപ്പോൾ കാണിക്കി ഡിസ്പ്ലേ ചെയ്യാം. അതിനകത്ത് എന്താണ്, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. അതിനകത്ത് എന്താണ്, കൺസിഡർ ആൻ എലമെന്റ് ഓഫ് ലെങ്ത് ഡി എൽ. ഓക്കെ, അപ്പോൾ ഈ കർവില് ഒരു കർവ് എൽ ആണ്, അതിൻ്റെ ലെങ്ത് ഒരു ചെറിയ ലെങ്ത് ഡി എൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, വിച്ച് ഇസ് റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, ഒരു എക്സ് ആക്സിസ് നമ്മൾ റെഫറൻസ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഒരു കർവ് ലെങ്ത് എൽ ആണ്, അതിനകത്ത് ഒരു ചെറിയ എലമെന്റ് നമ്മൾ ഡി എൽ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഏരിയ ജനറേറ്റഡ് ബൈ ദ എലമെന്റ് ഈസ് ഈക്വൽ ടു 2πy dl എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. y എന്ന് പറയുന്നത് എന്താണ്, ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഓഫ് ദ എലമെന്റ് ഫ്രം ദ y ആക്സിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് a ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2πy dl എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കുള്ള ഇതറിയാം. അങ്ങനെയാണെങ്കിൽ ഫുൾ ഏരിയ എൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രൽ 2πy dl എന്ന് പറഞ്ഞ് കിട്ടും. 2π പുറത്തെടുത്താൽ 2π ഇൻറ്റു ഇന്റഗ്രൽ y dl എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2πy ബാർ ഇൻറ്റു എൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2πy ബാർ ഇൻറ്റു എൽ ആണ് ആക്ച്വലി എന്താണ്, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് ലെങ്ത് ഓഫ് കർവ് എൽ. ഓക്കെ, ആ ഒരു എൽ ലെങ്ത് ഉള്ള കർവിൻ്റെ എന്താണ് സെൻട്രോയിഡ്
ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 2πy ബാർ ഇൻറ്റു എൽ എന്ന് പറയുന്നത്. ഓക്കെ, 2πy ബാർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് കർവ് ഓഫ് ലെങ്ത് എൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തിയറം 1 പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് എന്താണ് തിയറം 2 എന്താണെന്ന് നമുക്ക് നോക്കാം. തിയറം 2 എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈ പാപ്പസ് ഗർലിനസ് തിയറം K2-ലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. രണ്ട് തിയറംസും എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അതായത് തിയറം 1ഉം തിയറം 2ഉം സ്റ്റേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. കാരണം തിയറം 1 നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് തിയറം 2ഉം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈവൻ ഞാനും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും തിയറം 2 എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൊത്തം ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ആണ് അല്ലേ? ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ആണ്. ഇവിടെ സർഫസ് മാറി എന്താവും? ബോഡി ഓഫ് റെവല്യൂഷൻ ആവും. ഏരിയ വരുന്നിടത്തൊക്കെ വോളിയം ചേർത്താൽ മതി. ഓക്കെ, നമ്മൾ പാപ്പസ് ഗർലിനസ് തിയറം ആക്ച്വലി എന്താണ് ഏരിയയും അതുപോലെ വോളിയവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. ഓക്കെ, പാപ്പസ് ഗർലിനസ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ കണ്ടുപിടിച്ചിരുന്നു. അപ്പം ഇവിടെ എന്താണ് തിയറം 2 നോക്കുമ്പോഴത്തേക്കും എന്താണ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ മാറിയിട്ട് വോളിയം ഓഫ് ബോഡി ഓഫ് റെവല്യൂഷനായി മാറിയേക്കുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാം. ദ വോളിയം ഓഫ് എ ബോഡി, ഓക്കെ, വോളിയം ഓഫ് എ ബോഡി ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ, ഓക്കെ, generated by revolving a plane area about a non-intersecting axis in the plane of the area is equal to the product of the length of the area and the distance traveled by the centroid of the area while the body is being generated. It's very simple. Okay, if you are studying theorem 1, then you can just replace some terms and you can write theorem 2. Am I right? Theorem 2 നോക്കിക്കേ. ആദ്യം നമ്മൾ എഴുതിയ ഫസ്റ്റ് തിയറം നിങ്ങൾ നോക്കുക. The area of surface of revolution അത് നമ്മൾ മാറ്റി the volume of body generated by revolving a plane area ആക്കി. Okay, about a non-intersecting axis in the plane of the area is equal to the product of the length of the area and the distance traveled by the centroid of the area while the body is being generated. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാനൊരു ഫിഗർ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതിനകത്ത് എന്താണ് ഒരു വലിയ ഏരിയ എ ആണ്, അതിനകത്തൊരു ചെറിയൊരു ഏരിയ, ഓക്കെ, ഒരു എലമെൻ്റൽ ഏരിയ നമ്മൾ DA കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു DA എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഏരിയ, ഓക്കെ, അത് ജനറേറ്റ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് V is equal to per dV. ഓക്കെ, വിയുടെ കേസ് വോളിയം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഏരിയ DA എടുക്കുകയാണെങ്കിൽ ആ DA എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് മേക്ക് ചെയ്ത വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πy ഇൻറ്റു DA ആയിരിക്കും. അങ്ങനെയാണ് എൻ്റയർ വോളിയം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? V is equal to ഇൻ്റഗ്രൽ 2πy ഇൻറ്റു DA എന്ന് മതി കിട്ടും. 2π നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2π ഇൻറ്റു ഇൻ്റഗ്രൽ YDA എന്ന് മതി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2πy ബാർ ഇൻറ്റു ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ 2πy ബാർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ഓഫ് ഏരിയ A ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പാപ്പസ് ഗർലിനസ് തിയറം എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് തിയറം എന്ന് പറയുന്നത്. അപ്പം ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് രണ്ടാമത്തെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താണ് പാപ്പസ് ഗർലിനസ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഏരിയ ഓഫ് റെവല്യൂഷൻ എന്താണ്, ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണ്, ബോഡി ഓഫ് റെവല്യൂഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പഠിപ്പിച്ച ആ ഒരു പോർഷൻസ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് തിയറംസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും.